ഹായ് ഹലോ, ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത്. വേറെ ഒന്നുമല്ല, 6 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുത കാഴ്ച കാണാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭ സ്വാമിയുടെ നമ്മുടെ ദേശനാഥൻ്റെ ലക്ഷവിളക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. കാരണം എന്താണെന്നറിയണ്ടേ, ആ സ്റ്റോപ്പ് മുതൽ അമ്പലത്തിൻ്റെ അങ്ങറ്റം വരെ ഇതുപോലെ കണ്ടെത്താൻ ദൂരത്ത് തിക്കും തിരക്കുമായിരുന്നു കേട്ടോ. ഒരു പ്രതീക്ഷയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്ര തിരക്കാരെന്താ തിരക്കിനിടയിലൂടെ എൻ്റെ മോളെയും ഞാൻ കയ്യിൽ ഇങ്ങനെ ഇടുപ്പത്ത് വെച്ച് കൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ. ഇത്രയും തിരക്കത്ത് പോകരുതെന്ന് എല്ലാവരും എന്നെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം പത്മനാഭ നടയിലെ ക്ഷേത്രത്തിന് ഭയങ്കര സ്വപ്നത്തോട് കൂടി നിൽക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ സ്വന്തം നാടായ തിരുവനന്തപുരത്ത് നടക്കുന്ന ഇത്രയും വലിയൊരു അത്ഭുത കാഴ്ച കാണാനായിട്ട് ഇനി 6 വർഷം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അന്ന് നമ്മൾ ഏതവസ്ഥയിലായിരിക്കും എന്ന് ദൈവത്തിന് മാത്രമല്ലേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ഈ കാണുന്നത് ഞാനും എൻ്റെ മോളുമാണ് കേട്ടോ. ഇത്രയും തിരക്കിൽ അത്രയും വെട്ടത്ത് നമ്മൾ ഇരുട്ടത്തായ പോലെ അവസ്ഥയായിരുന്നു കേട്ടോ. അതുപോലെ കാണാനൊന്നും പറ്റുന്നുണ്ടായില്ല. എന്നാലും തിങ്ങിഞ്ഞിതാ ഇതുപോലെ കണ്ണെത്തി കാണുന്നുണ്ടായിരുന്നു ഈ ഒരു കാഴ്ച. ദൈവമേ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭവമാണ്. കാരണം നമ്മൾ വീഡിയോയിലൊന്നും കാണും പോലെയല്ല, നമ്മുടെ കണ്ണ് അത്രയും കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ്. എൻ്റെ മോളെയും ഞാൻ ഇടുപ്പത്ത് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആ മിസ്റ്റേക്സ് എല്ലാം ഈ വീഡിയോയിൽ കാണാം കേട്ടോ. ഇതുപോലെ എൻ്റെ ദൈവമേ, ഇത്രയും ഭാഗ്യം എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും ഉണ്ടല്ല കേട്ടോ. എൻ്റെ മോൾക്ക് 4 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ ആറ്റിങ്ങയിൽ നിന്ന്, തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും ആറ്റിങ്ങയിൽ നിന്ന് ഇത്രയും ദൂരം ഞാൻ ഇത്രയും റിസ്ക് ഇത്രയും തിരക്കിനിടയിൽ കാണണമെങ്കിൽ അത്രയും ആഗ്രഹം മനസ്സിലുണ്ടായിട്ടാണ്. പക്ഷേ എനിക്ക് ഇതുപോലെ കാണാൻ പറ്റി. അത്രയും മുജ്ജന്മ സുഹൃതമെന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം മുറജപം തുടങ്ങുന്നതിൻ്റെ അന്ന് എനിക്ക് ഭഗവാന്റെ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ കാണാൻ പറ്റി. അങ്ങനെ ഒരുപാട് തവണ എനിക്ക് ഭഗവാനെ കാണാൻ പറ്റി. പക്ഷേ കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത ഒരു ക്ഷേത്രവും ക്ഷേത്ര പരിസരവുമാണ് നമ്മുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റേത്. ഈ പറയുന്നതൊന്നും വെറും വാക്കല്ല. ഈ വിളക്കുകളിൽ പോലും അതിൻ്റെ ഭംഗി കാണാൻ പറ്റും. അതുമാത്രമല്ല, ലക്ഷവിളക്കുകൾ തന്നെ കത്തുന്നുണ്ടെങ്കിലും ആ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും സൗന്ദര്യമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലൈറ്റുകളൊന്നും ഇല്ലെങ്കിലും പകൽ കാണുന്ന കാഴ്ചയും, വെളുപ്പിന് കാണുമ്പോൾ ഒരു സൗന്ദര്യം, രാത്രി കാണുമ്പോൾ ഒരു സൗന്ദര്യം, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത, ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത ഒരു സൗന്ദര്യവും അത്ഭുതവുമാണ് നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. എനിക്ക് ഇത്രയും ദൂരം നിന്ന് കണ്ടിട്ടൊന്നും എൻ്റെ ആഗ്രഹം മതിയായില്ല കേട്ടോ. എനിക്ക് എങ്ങനെയും ഗേറ്റിനകത്ത് കടക്കണമെന്ന് തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ തിങ്ങി ഞെരുങ്ങി എങ്ങനെയെങ്കിലും അകത്ത് കടന്നു കേട്ടോ. അതും മണിക്കൂറുകൾക്ക് ശേഷമാണ്. എന്തോ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയാമല്ലോ. എനിക്ക് മുമ്പേ വന്നവരൊക്കെ പുറത്ത് ഇതുപോലെ തിങ്ങി ഞെരുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷേ ഞാൻ അകത്ത് കയറി. കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്നല്ലേ. പക്ഷേ എൻ്റെ ആഗ്രഹത്തിന് നേരെ തിരിച്ചായിരുന്നു കേട്ടോ. കുന്നിക്കുരുവോളം ആഗ്രഹിച്ച്, കുന്നിക്കുരുവോളം എന്ന് പറയുന്നത് ഭഗവാന്റെ ലക്ഷ്യ ദീപം കാണുന്നത് ചെറുതല്ല എങ്കിലും അത് ആഗ്രഹിച്ച് വന്ന് എനിക്ക് വിളക്ക് കൊളുത്താനുള്ള ഭാഗ്യം കിട്ടി. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ മോൾക്കും ഒരുപാട് സന്തോഷം. ഭഗവാനും ഒരുപാട് നന്ദി. എനിക്കിത് വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്തോ ഞാൻ ആ തിരക്കിൽ മുന്നോട്ട് വരുമ്പോഴത്തേക്കൊക്കെ സത്യം പറഞ്ഞ തിരക്കിനിടയിൽ പെട്ടപ്പോൾ മോളും കൂടിയായി വന്നപ്പോഴത്തേക്ക് പേടിയായിരുന്നു. ഭഗവാനെ, എനിക്ക് കയറി കാണാൻ പറ്റുമെന്നത് മാത്രമല്ല, മോളും കൂടെ തിക്കി ഞെരുക്കിനിടയിൽ എന്തെങ്കിലും പറ്റുമെന്നായിപ്പോയി. പക്ഷേ ഇത്രയും അകത്ത് ഭഗവാൻ ഉന്തി തള്ളി കയറ്റി വിട്ടതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് അകത്ത് കയറി ഞങ്ങൾക്ക് വിളക്ക് എത്തിക്കാനുള്ള ഭാഗ്യം കൂടെ ഉണ്ടായി. ഒരുപാട് നന്ദി. ഒരുപാട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടിരിക്കുന്നത് മഹാഭാഗ്യമാണ്. കണ്ടിരിക്കേണ്ടത് നമ്മൾ മലയാളികൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ടതാണ് ഈ ഒരു അത്ഭുതത്തെ. അതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും വന്ന് നേരിട്ട് കാണുക. നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും. ഓരോ തവണ കാണുമ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരുപാട് വീണ്ടും അവിടെ കാണാനുള്ളത് പോലെ തോന്നും. അടുത്ത 6 വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പുമായി ഞാൻ.